കഥ തുടരുന്നു. മിസ്റ്റർ പരശുറാം, പെട്ടെന്ന് ഉസ്മാൻ വിളിച്ചു. സാർ. അയാൾ നിന്നു. എന്നിട്ട് തോളിന് മുകളിലൂടെ തല തിരിച്ചു നോക്കി. നിങ്ങൾ രാമായണം വായിച്ചിട്ടുണ്ടോ? സാർ, അത് ചുമ്മാതിരിക്കുമ്പോഴെങ്കിലും ഒന്ന് വായിച്ചു നോക്കണം. അതിൽ മഹാബലശാലിയായ ഒരാളെക്കുറിച്ച് പറയുന്നുണ്ട്. ബാലി. അയാളെ കൊല്ലാൻ പലവട്ടം സഹോദരൻ സുഗ്രീവൻ ശ്രമിച്ചു. പക്ഷേ നടന്നില്ല. അവസാനം ഭഗവാൻ ശ്രീരാമചന്ദ്രനെ കൂട്ടുപിടിച്ചാണ് സുഗ്രീവൻ സ്വന്തം സഹോദരൻ്റെ കഥ കഴിപ്പിച്ചത്. പരശുറാം അന്താളിച്ചു. അയാൾ ഉസ്മാന്റെ നേരെ സംശയത്തോടെ തിരിഞ്ഞു നിന്നു. സാർ, ഈ കഥ എന്നോട് പറഞ്ഞത്? ചുമ്മാ ഓർത്തിരിക്കാൻ. ഉസ്മാന്റെ ചുണ്ടിൽ ഒരു ചിരി മിന്നി. എന്നാൽ ആ കണ്ണുകളിൽ ഒരു സംശയം കിടന്നു പൊളയുന്നത് പരശുറാം കണ്ടു. അയാളുടെ ഉള്ളിലും അപകടത്തിന്റെ ഒരു മുള്ള് ഇറങ്ങിക്കഴിഞ്ഞിരുന്നു. ഇനി കരുതലോടെ വേണം ഓരോ ചലനവുമെന്ന് പരശുറാമിന്റെ മനസ്സ് മന്ത്രിച്ചു. ഞാൻ പോട്ടെ സാർ. ഉസ്മാൻ അൻസാരി അമർത്തി മൂളി. വേവലാതിയോടെ പരശുറാം പുറത്തു കടന്നു. അവിടെ അബുസലിമും ബ്രിട്ടാസും അയാളെ തന്നെ തുറച്ചു നോക്കി നിൽപ്പുണ്ടായിരുന്നു. രാവിലെ ആദിശങ്കരനും ലിജോയും സാജനും ഒന്നിച്ചാണ് കാഞ്ചിയാറിന് പോയത്. അവരെ ടൗണിൽ ഇറക്കിയിട്ട് സാജൻ നേരെ അഞ്ചുരുളി ഭാഗത്തേക്ക് പോയി. തടാകത്തിലേക്ക് പോകുന്ന റോഡിലൂടെ. കൂറ്റൻ തേക്കുമരങ്ങളും അവയെ പൊതിഞ്ഞ് കുരുമുളക് വള്ളികളുമായിരുന്നു റോഡിനിരുവശത്തും. അവിടെ ഒരു ഗേറ്റ് കടന്ന് കൂറ്റൻ വീടിന് മുന്നിൽ ജീപ്പ് നിന്നു. 2 നില വീടാണ്. സിറ്റൗട്ടിലിരുന്ന് പത്രം വായിക്കുകയായിരുന്നു ടോമി സക്രിയാസ്. 50 കഴിഞ്ഞ കഷണ്ടി തലയുള്ള മധ്യവയസ്കൻ. ഒത്ത ഉയരവും വണ്ണവും, കട്ടിപ്പുരികങ്ങളും കനത്ത മീശയും. കൈയില്ലാത്ത ബനിയനുമാണ് ധരിച്ചിരിക്കുന്നത്. ജീപ്പ് നിൽക്കുന്ന ശബ്ദം കേട്ട് അയാൾ തലയുയർത്തി. അയാളുടെ നെഞ്ചിലെ രോമക്കാട്ടിൽ സ്വർണ്ണപ്പാമ്പ് പോലെ മാലയൊന്ന് പുളഞ്ഞു. അല്ല, ഇതാര്, സാജനോ? അയാൾ പത്രമടക്കി ടീപ്പോയിലേക്കിട്ടിട്ട് ആശ്ചര്യം കൂറി. വാടാ, വന്നിരിക്കേ. സാജൻ സിറ്റൗട്ടിൽ കയറി കസേരയിലിരുന്നു. ഗ്രേസി, ചായ. ടോണി അകത്തേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു. മലഞ്ചരക്ക് വ്യാപാരിയാണ് ടോമി. പിന്നെ എന്താടാ പതിവില്ലാതെ ഈ വഴിക്ക്? അയാൾ തിരക്കി. മൂന്നാറിനൊരു ഓട്ടം പോയതാ രാത്രിയിൽ. ഇനി കുട്ടിക്കാലത്ത് നിന്ന് കുമളിക്ക് ഒരു ലോഡ് എടുക്കാനുണ്ട്. അതുകൊണ്ട് ഈ വഴി പോന്നു. പിന്നെ ചുറ്റുമൊന്ന് നോക്കിക്കൊണ്ട് സാജൻ ശബ്ദം താഴ്ത്തി. ജീവിക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടാ ചായ. വണ്ടിയുടെ CC അടയ്ക്കുന്നത് തന്നെ പ്രയാസപ്പെട്ട. അതുകൊണ്ട് തമിഴ്നാട്ടിലുള്ള ഒരു പാണ്ടിയുമായിട്ട് ബിസിനസ് ഡീൽ ഉറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ഞാൻ. പിടിച്ചാലും തൂക്കിക്കൊല്ലാനൊന്നും പറ്റാത്തൊരു ബിസിനസ്. കാര്യം ഏതാണ്ട് പിടികിട്ടിയെങ്കിലും ടോമി ശ്രദ്ധയോടെ കേട്ടിരുന്നു. അയാൾക്ക് ഏലവും കുരുമുളകും വേണം. ചെക്ക് പോസ്റ്റ് കടത്തി കൊടുത്താൽ മതി. അതൊക്കെ ഞാൻ ചെയ്യും. പക്ഷേ കുമളിന്നോ വണ്ടിപ്പെരിയാറ്റിന്നോ ചരക്കെടുത്താൽ ആളുകൾ എന്നെ ശ്രദ്ധിക്കും. അതുകൊണ്ട് അച്ചായൻ ചരക്ക് തന്ന് സഹായിച്ചാൽ മാർക്കറ്റ് വിലയേക്കാൾ കൂടുതൽ ഞാൻ തരാം. അച്ചായനെയാകുമ്പോൾ എനിക്കും വിശ്വസിക്കാമല്ലോ. സാജൻ പ്രതീക്ഷ ഭാവിച്ച് അയാളെ നോക്കി. ചരക്ക് ഞാൻ തരാം. നീ ചോദിക്കുമ്പം എങ്ങനെ പറ്റില്ല എന്ന് പറയുന്നത്? പക്ഷേ ചരക്ക് വണ്ടിയിൽ കയറ്റുന്നതിന് മുമ്പ് എനിക്ക് കാശ് കിട്ടണം. അത് കഴിഞ്ഞ് എനിക്ക് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല താനും. അയാൾ കഷണ്ടിയിലൊന്ന് തടവി. മതി, സമ്മതം. പെട്ടെന്ന് ഗ്രേസി ഏലക്ക ചേർത്ത് ചായ കൊണ്ടുവന്ന് കൊടുത്തു. അവർ സാജനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. സുന്ദരിയും കുലീനയുമായ ഒരു സ്ത്രീ. അടുത്ത നിമിഷം ഗേറ്റ് കടന്ന് ഒമ്നി വാൻ ചീറി വന്നു. ജീപ്പിന് തൊട്ടരികിൽ അത് ബ്രേക്കിട്ടു. അതിൻ്റെ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് മിന്നായം പോലെയേ കണ്ടുള്ളൂ എങ്കിലും സാജൻ അയാളെ തിരിച്ചറിഞ്ഞു. കുമളി ഗേറ്റ് ബാറിൽ നിന്ന് ഓടി വന്ന് മാരുതി വാനിൽ കയറി രക്ഷപ്പെട്ടയാൾ തന്നെ. അയാൾ ഒരു കറുത്ത പ്ലാസ്റ്റിക് കവർ വാനിൽ നിന്ന് എടുത്തുകൊണ്ടുവന്നു. ദാ മാമേ. അയാൾ കവർ ഗ്രേസിക്ക് നീട്ടി. പോത്താണോ കോഴിയാണോ? സാജൻ ചിരിയോടെ തിരക്കി. പോത്ത്. ടോമിയാണ് മറുപടി പറഞ്ഞത്. എനിക്ക് പൈൽസിൻ്റെ ഇത്തിരി പ്രശ്നമുള്ളതുകൊണ്ട് ഇവിടെ ഇപ്പോൾ ചിക്കൻ വാങ്ങുന്നത് വളരെ കുറവാണ്. സാജൻ ഡ്രൈവറെ അടിമുടിയൊന്ന് ശ്രദ്ധിച്ചു. ഇതാരാ ചായ? പുതിയ ഡ്രൈവറാണോ? സാജൻ ചിരിച്ചുകൊണ്ട് ആരാഞ്ഞു. നേരത്തെ കണ്ടിട്ടില്ലല്ലോ. ആ, 1 മാസമായി കാണും ഇവനിവിടെ വന്നിട്ട്. കമ്പം സ്വദേശിയാ. പക്ഷെ നന്നായി മലയാളവും അറിയാം. എന്താ പേര്? സാജൻ അയാൾക്ക് നേരെ തിരിഞ്ഞു. മുരുകൻ. മുഖത്ത് നോക്കാതെ അനിഷ്ടത്തോടെയാണ് അയാൾ പറഞ്ഞത്. എങ്ങനെയുണ്ട് ഇവിടം? ഇവിടുത്തെ ആളുകളെയും ഭക്ഷണവും ഒക്കെ ഇഷ്ടമായോ? താമസവും ഇവിടെ തന്നെയാണോ? ആ. എല്ലാ ചോദ്യങ്ങൾക്കും ഒറ്റ ശബ്ദത്തിലൂടെ ഒരു ഉത്തരം. നമ്മുടെ ഏലത്തോട്ടത്തിലെ പഴയ സ്റ്റോറുണ്ടല്ലോ, ഇവൻ അവിടെ അങ്ങ് കൂടി. പറഞ്ഞത് ടോമിയാണ്. അവിടെ ആളനക്കമുണ്ടാവുന്നത് നല്ലതാ ചായ. കള്ളന്മാരുടെ ശല്യമുള്ള സ്ഥലമാണല്ലോ. പറയുന്നതിനിടയിൽ സാജൻ മനസ്സിൽ ആ സ്ഥലം കുറിച്ചിട്ടു. ഗ്രേസി പോത്തിറച്ചിയുമായി അകത്തേക്ക് പോയി. ചായ കുടിച്ച് കപ്പ് ടീപ്പോയിൽ വെച്ചിട്ട് സാജൻ എഴുന്നേറ്റു. അപ്പോൾ ഞാൻ ഇറങ്ങട്ടെ ചായ. സാധനം വേണ്ട ദിവസം ഞാൻ ഫോൺ ചെയ്തിട്ട് വരാം. ശരി. സാജൻ ടോമിയുടെ ഫോൺ നമ്പർ വാങ്ങി. അപ്പോഴും മുരുകൻ അവന് മുഖം കൊടുക്കാതെ തിരിഞ്ഞു നിന്നു. കാഞ്ചിയാർ. സാജൻ ജീപ്പ് കൊണ്ടു ചെന്ന് നിർത്തിയപ്പോൾ തൊട്ടടുത്ത ചായ പീടികയിൽ നിന്ന് ആദിയും ലിജോയും വന്ന് കയറി. മടക്കയാത്രയിൽ സാജൻ അവരോട് എല്ലാം വിസ്തരിച്ച് പറഞ്ഞു. മുരുകൻ. ആദി പല്ലു ഞെരിച്ചു. അവൻ സ്റ്റോറിൽ താമസിക്കുന്നത് നന്നായി. നമുക്ക് കാര്യങ്ങൾ എളുപ്പമാണ്. ലിജോ പിറുപിറുത്തു. പക്ഷേ ഇന്നോ നാളെയോ വേണ്ട. സാജനിൽ എന്തെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ അവൻ നല്ല കരുതലോടെയേ ഇരിക്കൂ. അല്ലെങ്കിൽ തൽക്കാലം അവിടെ നിന്ന് മാറും. ആദി മീശത്തുമ്പൊന്ന് പിരിച്ചു വെച്ചു.
അവർ വണ്ടിപ്പെരിയാറിൽ എത്തിയപ്പോൾ അഴുത പഞ്ചായത്ത് പ്രസിഡന്റ് ജോൺ കുരിശിങ്കലിൻ്റെ ഫോൺ വന്നു. ആദി അറ്റൻഡ് ചെയ്തു. പറ സാറേ. ആദി, നിന്നെ ലിജോയും കണ്ടില്ലല്ലോന്ന് ഉസ്മാൻ അൻസാരി സാറ് രാവിലെയും എന്നെ വിളിച്ചു പറഞ്ഞു. ആദിയുടെ കണ്ണുകൾ ഒന്ന് കൂർത്തു വിടർന്നു. അതിനെന്താ സാർ, ഇപ്പം തന്നെ കണ്ടേക്കാം. ഞങ്ങളിപ്പോൾ വണ്ടിപ്പെരിയാറ്റിലുണ്ട്. എന്നാൽ നേരെ ഗസ്റ്റ് ഹൗസിലേക്ക് ചെല്ല്, അദ്ദേഹത്തോട് ഞാൻ വിളിച്ചു പറഞ്ഞേക്കാം. ആദി കൈനീട്ടി സാജൻ്റെ തോളിൽ തട്ടി. വണ്ടി ഗസ്റ്റ് ഹൗസിലേക്ക് വിട്. തുടർന്ന് ആദിയും ലിജോയും തമ്മിൽ ഡിവൈഎസ്പിയുമായി സംസാരിക്കുന്നതിനെ പറ്റി ചർച്ച നടത്തി. ഗസ്റ്റ് ഹൗസിൽ ഉസ്മാൻ അൻസാരിയും സഹപ്രവർത്തകരും അപ്പോൾ ജയന്തൻ കൊലക്കേസിനെ കുറിച്ചുള്ള ചർച്ചയിലായിരുന്നു. അതുവരെ ചോദ്യം ചെയ്തവരിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ വിശദീകരിച്ചിട്ട് ഉസ്മാൻ തൻ്റെ ടീം അംഗങ്ങൾക്ക് നേരെ തിരിഞ്ഞു. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയാം. സർ, ASI ബ്രിട്ടാസ് ആണ് ആദ്യം സംസാരിച്ചത്. SI രാധാചന്ദ്രൻ സാറിനും CI പരശുറാം സാറിനും ഒന്നുകിൽ ഈ മർഡറിനെ കുറിച്ച് സൂചനയുണ്ട്, അല്ലെങ്കിൽ ആരെയോ രക്ഷിക്കാൻ ശ്രമിക്കുകയോ ഭയപ്പെടുകയോ അവർ ചെയ്യുന്നുണ്ട്. സ്വന്തം അനുജൻ്റെ കൊലയാളിയെ രക്ഷിക്കാൻ ഒരു പോലീസ് ഓഫീസർ ശ്രമിക്കുമോ സാർ? ഹെഡ് കോൺസ്റ്റബിൾ ലെനിൻ ആലക്കോടൻ സംശയം പ്രകടിപ്പിച്ചു. പക്ഷേ ബ്രിട്ടാസ് തൻ്റെ വാദത്തിൽ തന്നെ ഉറച്ചു നിന്നു. ഒരുപക്ഷെ അദ്ദേഹം അതിന് നിർബന്ധിതനായി പോയതാണെങ്കിലോ? ഏതായാലും ഒന്നെനിക്കുറപ്പാ, അബു സലീം തീർത്തു പറഞ്ഞു. ആ ഗാന്ധിയൻ കുമാരന് ഇതേക്കുറിച്ച് വ്യക്തമായി അറിയാം. ഉസ്മാൻ അൻസാരി പ്രത്യേകിച്ചൊന്നും പറയാതെ എല്ലാം കേട്ടുകൊണ്ട് കസാരയിൽ പിന്നോട്ട് ചാരി കണ്ണടച്ചിരുന്നു. പെട്ടെന്ന് ലാൻഡ് ഫോൺ ശബ്ദിച്ചു. ചന്ദ്രശേഖരൻ അത് അറ്റൻഡ് ചെയ്തിട്ട് ഉസ്മാൻ അൻസാരിയോട് പറഞ്ഞു. സാർ, ആദിയും ലിജോയും വന്നിട്ടുണ്ടെന്ന് റിസപ്ഷനിസ്റ്റ് പറയുന്നു. കടത്തിവിടാൻ പറ. ഉസ്മാൻ കണ്ണു തുറന്നു നിവർന്നിരുന്നു. 1/2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വാതിലിന് നേർക്ക് വരുന്ന പാദപതന ശബ്ദങ്ങൾ കേട്ടു. കമീൻ. ഉസ്മാൻ അൻസാരിയുടെ ഘനഗംഭീരമായ ശബ്ദം. ആദ്യം അകത്തേക്ക് വന്നത് ആദിയാണ്. പോലീസ് ഉദ്യോഗസ്ഥർ അവനെ ആപാദചൂടം ഒന്ന് നോക്കി. സാർ, ഞങ്ങൾ ആദി പൂർത്തിയാക്കും മുമ്പ് ഉസ്മാൻ പറഞ്ഞു. ആദിയും ലിജോയും അല്ലേ? അതെ സാർ. ആദി പുഞ്ചിരിച്ചു. ഇരിക്കൂ. ഒട്ടും മടികൂടാതെ രണ്ടുപേരും ഇരുന്നു. മിസ്റ്റർ ആദി, നിങ്ങളെ ഞാൻ വിളിപ്പിച്ചത്. ഉസ്മാൻ പകുതിക്ക് നിർത്തി. ആദി തന്നെ ബാക്കി പൂരിപ്പിച്ചു. അറിയാം സാർ, താങ്കളെപ്പോലുള്ള ഒരാളോടൊപ്പം സഹകരിക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. കാരണം ഞാനും ജയന്തനും ഞങ്ങൾ രണ്ടായിരുന്നില്ല, ഒരു മനസ്സായിരുന്നു. ഉസ്മാൻ പതുക്കെ കാലുകൾ വിറപ്പിച്ച് തലയാട്ടി. എനിക്കറിയാം, നമുക്കവൻ്റെ ഘാതകരെ കണ്ടുപിടിക്കണ്ടേ? തീർച്ചയായും ഞങ്ങളുടെ രീതിയിൽ ഒരു അന്വേഷണം ഞങ്ങൾ നടത്തി വരികയാണ്. ഗുഡ്. പക്ഷേ നിയമം കയ്യിലെടുക്കരുത്. ശ്രമിക്കാം സാർ, പക്ഷേ മനുഷ്യനായി പോയില്ലേ? അവൻ്റെ ആ മറുപടി ഉസ്മാനെ അമ്പരിപ്പിക്കുക തന്നെ ചെയ്തു. അയാൾ ഗൗരവത്തിലൊന്ന് മൂളി. ആദി, ഈ വണ്ടിപ്പെരിയാറിലും കുമിളിയിലുമൊക്കെ നിന്നെപ്പോലെ ചിലരുടെ സഹകരണം ഞങ്ങൾക്കും അത്യാവശ്യമാണ്. നമ്മളൊന്നിച്ച് ശ്രമിച്ചാൽ എത്രയും വേഗം കുറ്റവാളികളെ കണ്ടെത്താം. സാർ, ഞങ്ങൾക്കറിയാവുന്നതൊക്കെ പറയാം. എങ്കിൽ പറഞ്ഞോളൂ, ഈ കൊലപാതകത്തിൽ നിങ്ങൾക്ക് ആരെയെങ്കിലും സംശയമുണ്ടോ? സാർ, ഒരാളെയല്ല, കുറേ പേരെയുണ്ട്. ആദി തുടർന്നു. അതിൽ ആദ്യത്തേത് CI പരശുറാം സാർ തന്നെയാണ്. പിന്നെ കുമളി പഞ്ചായത്ത് പ്രസിഡന്റ് ദേവനായകം, ജലസേചന മന്ത്രിയുടെ PA വർഗീസ് പുന്നത്ര, ഇവിടുത്തെ SI രാധാചന്ദ്രൻ സാർ, സമരസമിതിയിലുള്ള തങ്കമല സഹദേവൻ, അങ്ങനെ കുറേ പേർ. സംശയിക്കാനുള്ള കാരണം? അത്യാവശ്യം ഒളിക്കേണ്ടത് മാത്രം മറച്ചു പിടിച്ച് ആദ്യം നടന്നതു മുതലുള്ള എല്ലാ കാര്യങ്ങളും അവർ തുറന്നു പറഞ്ഞു. സമരത്തിൽ നിന്ന് ജയന്തനെ പിന്തിരിപ്പിക്കാൻ പരശുറാം ഉൾപ്പെടെയുള്ളവർ ആദിയോട് പറഞ്ഞത്, അവന് നേരെ പലവട്ടമുണ്ടായ വധശ്രമങ്ങൾ, അങ്ങനെ എല്ലാം. ശമ്പട്ടിക്കാളിയൻ്റെ കാര്യവും തമിഴ്നാട്ടിലെ അലക്സ് തോമസിൻ്റെ മുന്തിരിത്തോട്ടം സ്വന്തമാക്കാൻ പച്ചയപ്പൻ വഴി വർഗീസ് പുന്നത്ര ശ്രമിച്ചതും അവർ പറഞ്ഞില്ല. അത് പറഞ്ഞാൽ തങ്ങളും പ്രതിയാകുമെന്ന് അവർക്കറിയാമായിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥർക്ക് അവിശ്വസനീയമായിരുന്നു ആദിയും ലിജോയും പറഞ്ഞ കാര്യങ്ങൾ. ഉസ്മാൻ അൻസാരിയും സംഘവും സ്തബ്ധരായിരുന്നു പോയി. ആദിയും ലിജോയും സൂചിപ്പിച്ച വ്യക്തികളിൽ പലരും ഉസ്മാൻ്റെ സംശയനിഴലിലായിരുന്നെങ്കിലും ഇപ്പോൾ അയാൾക്കൊരു കാര്യം വ്യക്തമായി. ചങ്ങലയുടെ കണ്ണി നീളുകയാണ്, അങ്ങ് തലസ്ഥാനം വരെ, നിയമസഭ വരെ, തനിക്കൊരിക്കലും കയറി ചെല്ലാൻ പറ്റാത്തിടത്തു വരെ. ഉസ്മാൻ്റെ ചിന്തകളെ മുറിച്ചുകൊണ്ട് ഹെഡ് കോൺസ്റ്റബിൾ ലെനിൻ ആലക്കോടൻ തിരക്കി. ഈ വിവരമൊക്കെ നിങ്ങൾ ജയന്തനോട് പറഞ്ഞിരുന്നോ? ഇല്ല. കാരണം അവൻ്റെ മനസ്സിൽ എന്നും പരശുറാം സാറിൻ്റെ സ്ഥാനം വളരെ ഉയരത്തിലായിരുന്നു. വെറുതെ എന്തിന് ആരാധിക്കുന്ന വിഗ്രഹങ്ങളെ താറടിച്ച് കാണിച്ച് അവരെ വേദനിപ്പിക്കണം? അങ്ങനെയാണ് ഞാൻ ചിന്തിച്ചത്. ജയന്തൻ്റെ പരാമർശം വന്നപ്പോൾ ആദിയുടെ തൊണ്ടയിടറി. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചവന സാർ ജയന്തൻ. എങ്ങനെയായാലും അവനെ രക്ഷിക്കാമെന്നൊരു വിചാരം എനിക്കുണ്ടായിരുന്നു. പക്ഷേ അടുത്ത നിമിഷം അബു സലീമിൻ്റെ വകയായിരുന്നു. ജയന്തൻ്റെ അച്ഛനോടെങ്കിലും നിങ്ങളിത് പറയാതിരുന്നത് എന്താ? സാർ, ആദ്യ ചുണ്ടിലൊരു ചിരി വരുത്താൻ ശ്രമിച്ചു. മറ്റുള്ളവർക്ക് മാതൃകയാക്കാവുന്ന ഒരു കുടുംബമാണ് സുരേന്ദ്രനാഥ് സാറിൻ്റേത്. അവിടുത്തെ സ്നേഹത്തിനും ഐക്യത്തിനും ഞാൻ വിള്ളൽ വീഴ്ത്തുന്നത് ശരിയാണോ? പിന്നെ ഞാൻ ഈ അപ്രിയ സത്യം പറഞ്ഞാൽ അദ്ദേഹം വിശ്വസിക്കുമെന്നും കരുതാനാവില്ലല്ലോ. അബു സലീമിന് മറുപടി ഉണ്ടായില്ല. ഉസ്മാൻ അൻസാരി പേപ്പർ വെയിറ്റ് മേശപ്പുറത്ത് വെച്ചു. സമരപന്തലിൽ വെച്ച് ജയന്തന് നേരെയുണ്ടായ കൊലപാതക ശ്രമം, അതിൽ നിന്ന് ജയന്തൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടത് ആദ്യ വിവരം നൽകിയത് കൊണ്ടല്ലേ? അതെ സാർ, അവൻ സമ്മതിച്ചു. ഇതിനെക്കുറിച്ച് തനിക്ക് എവിടെ നിന്ന് സൂചന കിട്ടി?
ദേവനായകത്തിൻ്റെ ഡ്രൈവർ ശശിയെ ചോദ്യം ചെയ്തതിൽ നിന്ന് അവൻ സംഭവം വിവരിച്ചു. ഓക്കെ, നിങ്ങൾക്ക് പോകാം. ഉസ്മാൻ അൻസാരി എഴുന്നേറ്റു. ശരി സാർ. പുറത്തേക്ക് നടക്കാനാഞ്ഞ ആദി പെട്ടെന്ന് തിരിഞ്ഞു നിന്നു. സാർ, ഒരു റിക്വസ്റ്റ് ഉണ്ട്. പറഞ്ഞോളൂ. ഞാൻ ഈ പറഞ്ഞ വിവരങ്ങൾ നിങ്ങൾ 5 പേരുടെയും ഉള്ളിൽ തന്നെ ഇരിക്കണം, ജയന്തൻ്റെ കൊലയാളികൾ പിടിയിൽ വീഴുന്നതുവരെ. എന്തുകൊണ്ട്? ഉസ്മാന്റെ പുരികം ചുളിഞ്ഞു. ഇല്ലെങ്കിൽ ആ കൊലയാളികളെ നിങ്ങൾക്കൊരിക്കലും കണ്ടുപിടിക്കാൻ കഴിയില്ല. എല്ലാം പോലീസിനോട് പറഞ്ഞവൻ എന്ന നിലയ്ക്ക് എനിക്ക് നേരെ വീണ്ടും വധശ്രമം ഉണ്ടാകും, അല്ലെങ്കിൽ കള്ളക്കേസ്. എല്ലാ തവണയും ഈശ്വരൻ കൂടെ നിന്ന് വരത്തില്ലല്ലോ സാർ. ഒന്ന് നിർത്തിയിട്ട് അവൻ തുടർന്നു. മരിക്കാൻ ഒട്ടും ഭയമുണ്ടായിട്ടല്ല, ജയന്തനെ കൊന്നവനെ എനിക്കൊന്ന് കാണാൻ, ഒപ്പം ഈ ജില്ലയിലെ ഒരുപാട് പേരുടെ ജീവനും സ്വത്തും സംരക്ഷിക്കപ്പെടാൻ. അത് മനസ്സിലായില്ല. ഉസ്മാൻ നോട്ടം കൂർപ്പിച്ചു. മുല്ലപ്പെരിയാർ ഡാം പൊട്ടുകയോ പൊട്ടാതിരിക്കുകയോ ചെയ്യട്ടെ, എന്നാൽ ഇവിടുത്തെ ജനങ്ങളുടെ സ്വത്തിലാണ് പലരുടെയും കണ്ണ്. ഡാം പൊട്ടിയാലും ഇല്ലെങ്കിലും അത് മുഴുവൻ കൈപ്പിടിയിൽ ഒതുക്കാനുള്ള ഒരു സംഘം പൊളിറ്റിക്കൽ മാഫിയയുടെ ശ്രമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സമരത്തിൻ്റെ മുൻനിരയിലുള്ള പലരും അതിന് പിന്നിലുണ്ടെന്ന് ഞാൻ സംശയിക്കുന്നു. അവൻ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി. ഓക്കെ, എഗ്രീഡ്. നിങ്ങൾ 2 പേരുടെയും പേരുകൾ ഒരിടത്തും വലിച്ചു വയ്ക്കില്ല ഞാൻ. പിന്നെ ഒന്ന് ഞാൻ പറഞ്ഞേക്കാം, ആ കില്ലറെ തേടിയുള്ള തൻ്റെ പാരലൽ ഇൻവെസ്റ്റിഗേഷൻ, അതിൽ വല്ല പ്രോഗ്രസ് ഉണ്ടാകുകയാണെങ്കിൽ എന്നെ അറിയിക്കണം. തീർച്ചയായും സാർ. ആദ്യം ലിജോയെ മുറിവിട്ടപ്പോൾ ഉസ്മാൻ സഹപ്രവർത്തകർക്ക് നിർദ്ദേശം നൽകി. ഇനി മുതൽ അവരുടെ മേലും ഒരു ശ്രദ്ധ വേണം. ആദ്യം കില്ലറെ കണ്ടെത്തിയാൽ പിന്നെ നമുക്ക് കിട്ടില്ല, കൊന്നുകളയും അവൻ. ആ കണ്ണുകളിൽ നിന്ന് ഞാനത് വായിച്ചു സാർ. അവർ തലയാട്ടി. തുടർന്ന് ഉസ്മാൻ അൻസാരി ആഭ്യന്തരമന്ത്രി യൂസഫ് തിരൂരങ്ങാടിയുമായി ഫോണിൽ ബന്ധപ്പെട്ടു. അതുവരെയുള്ള കാര്യങ്ങൾ ചുരുക്കി പറഞ്ഞു. അല്പനേരത്തേക്ക് അപ്പുറത്ത് മൗനമായിരുന്നു. മന്ത്രി ചിന്തിക്കുകയാണെന്ന് ഉസ്മാന് മനസ്സിലായി. സാർ. 1/2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അയാൾ വിളിച്ചു. ഉസ്മാനെ. അപ്പുറത്തു നിന്നും മന്ത്രിയുടെ ഘനഗംഭീരമായ ശബ്ദം. ഞാൻ ആഭ്യന്തരമന്ത്രിയാണെങ്കിലും തനിക്ക് എൻ്റെ വീട്ടിൽ പോലും കയറി തരയാനുള്ള അധികാരം തന്നിരിക്കുന്നു. പ്രോട്ടോക്കോളും താൻ നോക്കണ്ട. ഏത് കൊമ്പത്തെ അവനെയാണെങ്കിലും താൻ പൊക്കിക്കോ. പക്ഷേ കേസ് എത്രയും പെട്ടെന്ന് തെളിഞ്ഞു കിട്ടണം. ഷുവർ സാർ, താങ്ക് യു. ഉസ്മാൻ അൻസാരി ആവേശത്തോടെ പ്രതിവചിച്ചു. 10 മണി. ഉസ്മാൻ അൻസാരിയും സംഘവും സഞ്ചരിച്ച ഇന്നോവ സുരേന്ദ്രനാഥിൻ്റെ വീട്ടുമുറ്റത്ത് ബ്രേക്കിട്ടു. ഹാളിലുണ്ടായിരുന്നു സുരേന്ദ്രനാഥ്. ആർക്കോ ഫോൺ ചെയ്യുകയായിരുന്ന അയാൾ പുറത്തേക്ക് നോക്കിയിട്ട് കാൾ കട്ട് ചെയ്തു. വരണം സാർ. അയാൾ പോലീസ് ഉദ്യോഗസ്ഥരെ ക്ഷണിച്ചു. ഇരിക്കൂ. ഉസ്മാൻ അൻസാരി ഇരുന്നു. മറ്റുള്ളവർക്ക് അയാൾ പിന്നിൽ നിന്നതേയുള്ളൂ. ഉസ്മാന്റെ കണ്ണുകൾ ഹാളിലൊന്ന് വട്ടം ചുറ്റി. ഭിത്തിയിൽ മാല ചാർത്തി ജയന്തൻ്റെ ഫോട്ടോ. എവിടെ മറ്റുള്ളവർ? അയാൾ തിരക്കി. പരസ്യ ഡ്യൂട്ടിക്ക് പോയി. ഒരാഴ്ച കൂടി ലീവ് എടുക്കാൻ ഞാൻ പറഞ്ഞതാ, പക്ഷേ സാറ് ലീവ് കൊടുക്കില്ലെന്ന് അവൻ പറഞ്ഞു. സുരേന്ദ്രനാഥിൻ്റെ ശബ്ദത്തിൽ അല്പം നീരസം കലർന്നു. യെസ്. ഉസ്മാൻ തലയാട്ടി. ഈ നേരത്ത് പരസ്പരം ലീവായാൽ ശരിയാവില്ല. ഒരു റേഞ്ചറായിരുന്ന സാറിനോട് ഇക്കാര്യം കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ. കേസിന് എത്രയും വേഗം ഒരു തുമ്പുണ്ടാക്കാൻ ഞങ്ങൾ അലർട്ടായേ പറ്റൂ, തെളിവുകൾ മാഞ്ഞു പോകുന്നതിന് മുമ്പ്. സുരേന്ദ്രനാഥ് മിണ്ടിയില്ല. ജയന്തൻ്റെ കൊലയാളിയെ നമുക്ക് കണ്ടെത്തണ്ടേ സാർ? എന്നേക്കാൾ ഉപരി അത് ഈ കുടുംബത്തിൻ്റെ ആവശ്യമല്ലേ? സുരേന്ദ്രനാഥ് ഒന്ന് മൂളി. പിന്നെ പറഞ്ഞു. രവി ഏതോ അത്യാവശ്യ കാര്യത്തിന് തിരുവനന്തപുരത്തിന് പോയേക്കുക. മറ്റുള്ളവരൊക്കെ ഇവിടെയുണ്ട്. ഓക്കെ സാർ. എനിക്ക് എല്ലാവരോടുമായി അല്പം സംസാരിക്കണം. ഒരുപക്ഷെ മറന്നു കിടക്കുന്ന ഏതെങ്കിലും ചെറിയ കാര്യം കേസിൻ്റെ തുമ്പാകാൻ സഹായിച്ചാലോ? സുരേന്ദ്രനാഥ് കനകത്തെയും ജുവലിനെയും റോസിനെയും ഹാളിലേക്ക് വിളിച്ചു വരുത്തി. ഉസ്മാൻ അൻസാരി എല്ലാവരെയും ശ്രദ്ധിച്ചു. കനകത്തിനും ജുവലിനും ഇപ്പോഴും സങ്കടമടങ്ങിയിട്ടില്ല. എന്നാൽ റോസിന് യാതൊരു ഭാവഭേദവുമില്ല. മന്ത്രിയുടെ മകൾ എന്ന തലക്കനത്തിൽ നിൽക്കുകയാണ്. പുറത്തേക്കുള്ള വാതിലുകൾ രണ്ടും അന്നേ ദിവസം അടച്ചിരിക്കുകയായിരുന്നെന്ന് നിങ്ങൾക്കുറപ്പുണ്ടോ? അയാൾ തിരക്കി. അതെ, കനകം പറഞ്ഞു. പിന്നെയും കുറച്ച് ചോദ്യങ്ങൾ കൂടി ചോദിച്ചു. പ്രതീക്ഷ നൽകുന്ന ഉത്തരങ്ങളൊന്നും കിട്ടിയില്ല. ഉസ്മാൻ എഴുന്നേറ്റു. എനിക്ക് ജയന്തിൻ്റെ റൂം ഒന്ന് പരിശോധിക്കണം. വരൂ. പോലീസ് ഉദ്യോഗസ്ഥരുടെ കൂടെ സുരേന്ദ്രനാഥും പോയി. ആരും ഒന്നും ചെയ്യാതെ അങ്ങനെ തന്നെ കിടക്കുകയായിരുന്നു ജയന്തൻ്റെ മുറി. ഉസ്മാനും സംഘവും ഓരോ ഇഞ്ച് സ്ഥലവും പരിശോധിച്ചു. അലമാര, മേശയിലെ ഡ്രോകൾ, ബെഡിൻ്റെ അടിഭാഗം തുടങ്ങി എല്ലായിടവും. പക്ഷേ ഒന്നും കണ്ടില്ല. സാർ. പെട്ടെന്ന് ലെനിൻ ആലക്കോടൻ അലമാരയുടെ അടിത്തട്ടിലെ വസ്ത്രങ്ങൾക്കിടയിൽ നിന്ന് ഒരു ഡയറി എടുത്ത് ഉസ്മാന് നീട്ടി. അയാൾ അത് വാങ്ങി മറിച്ചു നോക്കി. ചില പേജുകളിലൊക്കെ എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ അവസാന പേജിൽ അയാളുടെ കണ്ണ് ഒരു നിമിഷം തറഞ്ഞു. പെട്ടെന്ന് അതടച്ച് അബുസലിമിനെ ഏൽപ്പിച്ചിട്ട് ഉസ്മാൻ സുരേന്ദ്രനാഥിനോട് തിരിഞ്ഞു. ജയന്തന് പതിവായി ഡയറി എഴുതുന്ന ശീലമുണ്ടായിരുന്നോ? അതേക്കുറിച്ചൊന്നും എനിക്കറിയില്ല. അയാൾ അമർത്തി മൂളി. അവർ പിന്നീട് കെട്ടിടത്തിൻ്റെ ടെറസിലെത്തി. അവിടെ പോലീസ് ബ്ലോക്ക് ചെയ്തിരുന്നു. കനത്ത മഴയിൽ ഇനിയൊന്നും അവിടെ അവശേഷിക്കില്ലെന്ന് അറിയാമായിരുന്നു ഉസ്മാന്. എങ്കിലും വെറുതെ ഒരു അന്വേഷണം. പെട്ടെന്ന് ജയന്തൻ്റെ ബോഡിയിരുന്ന മൂലയിലൊരു തിളക്കം. അടുത്തെത്തി ഉസ്മാൻ സൂക്ഷിച്ചു നോക്കി. ഒരു മൊട്ട് സൂചി. അയാൾ അബുസലിമിൻ്റെ കയ്യിൽ നിന്ന് ഡയറി വാങ്ങി അതിലെ എഴുതാത്ത ഒരു താൾ വലിച്ചു കീറി. അതിൽ മൊട്ട് സൂചി പൊതിഞ്ഞെടുത്തു. ചിലപ്പോൾ 4 പേപ്പർ പിൻ ചെയ്യണമെങ്കിൽ ഇതില്ലാതെ പറ്റില്ലല്ലോ.
അയാൾ അത് പാൻസിൻ്റെ പോക്കറ്റിലിട്ടു. തുടർന്ന് സെൽഫോൺ എടുത്ത് ആരെയോ വിളിച്ച് ചില നിർദ്ദേശങ്ങൾ നൽകി. പോകാം. ഉസ്മാൻ തിരിഞ്ഞു നടന്നു. മടങ്ങാൻ നേരം അയാൾ ജുവലിനോട് പറഞ്ഞു, എൻ്റെ ഒപ്പം ഒന്ന് വരണം. തന്നോട് മാത്രമായി ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. അതിവിടെ വെച്ച് പോരെ സാർ? ഗസ്റ്റ് ഹൗസ് വരെ? സുരേന്ദ്രനാഥ് പൂർത്തിയാക്കുമ്പോൾ ഉസ്മാൻ കൈ ഉയർത്തി. അത് പോരാ മിസ്റ്റർ സുരേന്ദ്രനാഥ്. അയാൾ പറഞ്ഞതും മുറ്റത്തൊരു പോലീസ് ജീപ്പ് വന്നു നിന്നു. അതിൽ നിന്ന് വണ്ടിപ്പെരിയാർ സ്റ്റേഷനിലെ 2 വനിതാ കോൺസ്റ്റബിൾമാർ ഇറങ്ങി. ഞാനും കൂടി വരാം സാർ, റോസ് പെട്ടെന്ന് പറഞ്ഞു. അതിൻ്റെ ആവശ്യം വരുമ്പോൾ പറയാം, അല്ലെങ്കിൽ അന്ന് ഞാൻ നേരിൽ ഇവിടേക്ക് വരാം. ഉസ്മാന്റെ ശബ്ദത്തിന് മുറുക്കമുണ്ടായിരുന്നു. മുഖത്തേക്ക് ചെളിവെള്ളം കോരിയൊഴിച്ചതുപോലെ തോന്നി റോസിന്. ഞാൻ വരാം സാർ. ജുവൽ തയ്യാറായി. റോസ് രൂക്ഷമായി അവളെയൊന്ന് നോക്കി. വനിതാ പോലീസുകാർക്കൊപ്പം ജുവൽ ജീപ്പിലും അതിന് പിന്നാലെ ഇന്നോവയിൽ ഉസ്മാനും സംഘവും പോയി. റോസ് അപ്പോൾ തന്നെ തിടുക്കത്തിൽ പരശുറാമിനെ വിളിച്ച് വിവരം പറഞ്ഞു. ഗസ്റ്റ് ഹൗസ്. ഉസ്മാൻ അൻസാരിക്ക് മുന്നിൽ നിർവികാര ഭാവത്തിൽ ജുവൽ തല കുനിച്ചിരുന്നു. ജുവൽ, ഉസ്മാൻ വിളിച്ചു. അവൾ തലയുയർത്തി. ജയന്തനും താനും സഹോദര ബന്ധത്തിനപ്പുറം നല്ല സുഹൃത്തുക്കളായിരുന്നു അല്ലേ? അവളുടെ കണ്ണുകൾ പെട്ടെന്ന് നിറഞ്ഞു. ഞാൻ ജയന്തൻ്റെ ഡയറിയുടെ ഒരു പേജ് വായിക്കും, ശ്രദ്ധിച്ചു കേൾക്കണം. പറയുന്നതിനിടയിൽ ഉസ്മാൻ അതിൻ്റെ അവസാനം എഴുതിയ പേജ് എടുത്തു. ഏപ്രിൽ 23 ബുധൻ. ഇന്നെൻ്റെ ജീവിതത്തിൽ ഏറെ ദുഃഖകരമായ കുറേ സംഭവങ്ങളുണ്ടായി. അതിൽ പ്രധാനപ്പെട്ടത് ജുവലിനെ വർഗീസ് പുന്നത്തറയ്ക്ക് വിവാഹം ചെയ്തു കൊടുക്കാൻ വീട്ടുകാരെടുത്ത തീരുമാനമാണ്. അവളുടെ ഇഷ്ടങ്ങൾക്ക് യാതൊരു വിലയും കൊടുക്കാതെ എടുത്ത തീരുമാനം. ഒന്ന് നിർത്തി ഉസ്മാൻ ജുവലിനെ നോക്കി. അവളുടെ മുഖത്ത് പലവിധ ഭാവങ്ങൾ മിന്നുന്നത് കണ്ടു. അയാൾ തുടർന്ന് വായിച്ചു. അങ്ങനെ ഒരു വിവാഹത്തിന് ജുവൽ ജീവിച്ചിരിക്കുമ്പോൾ തയ്യാറാകുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് ആ ബന്ധത്തെ ഞാൻ ശക്തമായി എതിർക്കും. ആദിക്ക് തന്നെ അവളെ നൽകും. അവൻ്റെ ഒപ്പം അവൾ സുരക്ഷിതയും സന്തോഷവതിയും ആയിരിക്കുമെന്ന് എനിക്കുറപ്പുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ ഞാൻ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടേക്കാം, അല്ലെങ്കിൽ എല്ലാവരും ചേർന്ന് എന്നെ ഇല്ലാതാക്കിയേക്കാം. എങ്കിലും ഞാൻ ഈ വിവാഹത്തിന് സമ്മതിക്കില്ല. വായിച്ചു കഴിഞ്ഞ് ഉസ്മാൻ അൻസാരി വീണ്ടും ജുവലിന് നേർക്ക് കണ്ണയച്ചു. അവളുടെ കണ്ണുകൾ പെയ്യുകയായിരുന്നു. ഉസ്മാൻ ഡയറി അടച്ചു വെച്ചു. പിന്നെ മേശപ്പുറത്ത് കൈമുട്ടുകൾ ഊന്നി. ആദ്യം ജുവലും പ്രണയത്തിലാണ് അല്ലേ? അതെ. അവളുടെ ഒച്ച പതറി. ഒന്ന് വിസ്തരിച്ച് പറയാമോ? അവൾ എല്ലാം പറഞ്ഞു. തൻ്റെ പപ്പയുടെ ജീവൻ ആദി രക്ഷിച്ചതും അവൻ വീട്ടിലെ ഒരംഗത്തെ പോലെയായതും കുറച്ചു കാലമായി പരശുറാമിന് ആദിയോട് നീരസമുള്ളതുമെല്ലാം. താൻ മരണപ്പെട്ടേക്കാം എന്നൊരു സൂചന ഈ ഡയറി കുറിപ്പിലുള്ളതുപോലെ ജുവലിന് തോന്നിയില്ലേ? അതെന്തുകൊണ്ടാണ്? അറിയില്ല സാർ. തൻ്റെ പപ്പയ്ക്ക് ആദ്യം വലിയ കാര്യമായിരുന്നില്ലേ? അതെ. പരശുവേട്ടനും റോസ് ചേട്ടത്തെയും പപ്പയിൽ അത്രമാത്രം പ്രഷർ ചെലുത്തിയിരുന്നു സാർ. അല്ലെങ്കിൽ പപ്പ ഒരിക്കലും അങ്ങനെ മാറുന്ന ആളല്ല. ജുവൽ ചുരിദാറിൻ്റെ ഷാൾ ഉയർത്തി കണ്ണുകളൊപ്പി. ഉസ്മാൻ കൈകൾ തലയ്ക്ക് പിന്നിലേക്ക് കൊണ്ടുവന്നു. പരസ്പരം കോർത്തൊന്ന് ഞൊട്ട വിട്ടു. തുടർന്ന് ഒരു ദീർഘനിശ്വാസത്തോടെ നിവർന്നിരുന്നു. എത്ര കാലമായി പരശുറാമിന് ആദിയുടെ വൈരാഗ്യം തോന്നി തുടങ്ങിയിട്ട്? അധികമായില്ല സാർ, ഏറിയാൽ 2 മാസം. ഉസ്മാൻ കണക്കുകൂട്ടി. ആദി പറഞ്ഞതുമായി ഏറെ പൊരുത്തപ്പെട്ടു വരുന്നുണ്ട്. ജയന്തനെ സമരത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ തനിക്ക് പറ്റിയില്ലെന്ന് ആദി പറഞ്ഞത് മുതലാവണം ഈ വൈരാഗ്യം. അവസാന ചോദ്യം. നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും ജയന്തൻ്റെ മരണത്തിൽ പങ്കുണ്ടെന്ന് ജുവലിന് തോന്നുന്നുണ്ടോ? ഉണ്ട് സാർ, അവൾ പെട്ടെന്ന് പറഞ്ഞു. ഉസ്മാൻ്റെ കണ്ണുകൾ വിടർന്നു. ആർക്ക്? പരശുവേട്ടനും റോസിനും. കാരണം? അതെനിക്ക് അറിഞ്ഞുകൂടാ സാർ. മരിക്കുന്ന രാത്രിയിൽ ടെറസിൽ വെച്ച് ജയന്തേട്ടൻ എനിക്ക് ഉറപ്പ് തന്നതാണ് എൻ്റെയും ആദിയുടെയും വിവാഹം നടത്തിത്തരാമെന്ന്. ഞാൻ അവിടെ നിന്ന് മടങ്ങുമ്പോൾ പരശുവേട്ടൻ്റെ മുറിയിൽ വെളിച്ചം മിന്നിയതുപോലെ തോന്നി. ജുവൽ മുഖം പൊത്തി. ജുവൽ, റിലാക്സ്. അയാൾ അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. കൊലയാളി ആരായാലും ഞാൻ കണ്ടുപിടിച്ചിരിക്കും. ബൈ കേസിൽ ഉൾപ്പെടാത്ത ഒരു ചോദ്യം കൂടി. ഇനിയാണെങ്കിലും ജുവൽ ആദിയോടൊപ്പമേ ജീവിക്കൂ എന്നുറപ്പുണ്ടോ? തീർച്ചയായും. എനിക്ക് ജീവൻ ഒടുക്കേണ്ടി വന്നില്ലെങ്കിൽ അതങ്ങനെ തന്നെയായിരിക്കണം. ഉസ്മാൻ അൻസാരി ചിരിച്ചു. എൻ്റെ സഹായം വല്ലതും വേണമെങ്കിൽ പറയാം. പോലീസ് ഉദ്യോഗസ്ഥനാണെങ്കിലും എനിക്കും ഒരു മനസ്സുണ്ട് കേട്ടോ. പിന്നെ കൊലയാളിയെ മുന്നിൽ കണ്ടാൽ നിയമം കയ്യിലെടുക്കരുതെന്ന് ജുവൽ ആദിയോട് പറയണം. പറയാം സാർ. ഇപ്പോൾ ഞാനീ പറഞ്ഞത് തൻ്റെ വീട്ടിലാരും അറിയണ്ട. ഇല്ല. ജുവലിൻ്റെ ചുണ്ടിൽ ഒരു ചിരി മിന്നിപ്പൊലിഞ്ഞു. ഉസ്മാൻ അൻസാരി അവളെ മടക്കി അയച്ചു. ഉച്ചയൂണ് കഴിഞ്ഞുള്ള മയക്കത്തിലായിരുന്നു ആദിശങ്കരൻ. അപ്പോഴാണ് ഫോൺ ശബ്ദിച്ചത്. അവൻ അതെടുത്ത് നോക്കി. ലിജോയാണ്. എന്താടാ? അവൻ അറ്റൻഡ് ചെയ്തു. നീ എവിടാ? വീട്ടിൽ. എന്നാ വേഗം തേക്കടിക്കുവാ. കാര്യം എന്താണെന്ന് പറയടാ. ആദിക്ക് ആപത്ശങ്കയുണ്ടായി. അതിനുള്ള നേരമില്ല, ഒക്കെ ഇവിടെ വന്നിട്ട്. ശരി. ആദി അപ്പോൾ തന്നെ സാജനെ വിളിച്ചു. സാജൻ കുമളിയിലുണ്ടായിരുന്നു. 5 മിനിറ്റിനുള്ളിൽ സാജൻ എത്തി. അപ്പോഴേക്കും ആദി ഒരുങ്ങിക്കഴിഞ്ഞിരുന്നു. അവൻ്റെ തിടുക്കം കണ്ട് മാതൃ മുത്തശ്ശിയുടെ നെറ്റി ചുളിഞ്ഞു. എന്താടാ? തേള് കുത്തിയതുപോലെ. വന്നിട്ട് പറയാം. അവൻ ജീപ്പിൽ ഓടിക്കയറി. വിട്ടോടാ. 7 മിനിറ്റ് കൊണ്ട് തേക്കടിയിലെത്തി. പാർക്കിംഗ് ഏരിയ അവസാനിക്കുന്നിടത്തെ ക്രോസ് ബാറിന് മുന്നിൽ ജീപ്പ് നിന്നു. പരിചയമുള്ള പോലീസുകാരനായിരുന്നു അവിടെ.
അയാൾ ക്രോസ് ബാർ ഉയർത്തി ബോട്ടിംഗ് പോയിന്റിലേക്ക് പോകാൻ അനുമതി നൽകി. ജീപ്പ് തടാകക്കരയിലേക്ക് പാഞ്ഞു. ലാൻഡിംഗ് സ്റ്റേഷന് മുകളിൽ വലത്തേക്കുള്ള റോഡിലേക്ക് തിരിഞ്ഞ് കൂറ്റൻ മരച്ചോട്ടിൽ സാജൻ ബ്രേക്ക് അമർത്തി. ഇരുവരും ചാടിയിറങ്ങി. മരത്തിന് മുകളിലിരുന്ന് അപകടത്തിന്റെ മുന്നറിയിപ്പ് പോലെ കുരങ്ങുകൾ ബഹളം വച്ചു. ലിജോ അവരുടെ അരികിലെത്തി. എന്താടാ? ആദിക്ക് ജിജ്ഞാസയേറി. വാ കാണിക്കാം. ബോട്ടിംഗ് കഴിഞ്ഞ് കോൺക്രീറ്റ് സ്ലാബിലേക്ക് ഇറങ്ങുന്നവരെ കാണത്തക്ക വിധത്തിൽ അവർ ഒരു ഭാഗത്തേക്ക് മാറി നിന്നു. നോക്ക്. ആദ്യം സാജനും ആകാംക്ഷയോടെ അവിടേക്ക് കണ്ണയച്ചു. ബോട്ടിൽ നിന്ന് ഏറ്റവും അവസാനമിറങ്ങിയ 12 പേർ. അവരെ കണ്ടതും ആദിക്ക് നെഞ്ചിന് കുറുകെ ഒരു വെട്ട് കിട്ടിയതുപോലെ തോന്നി. തൻ്റെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകുന്നതുപോലെ തോന്നി ആദിക്ക്. ബോട്ടിൽ നിന്നിറങ്ങിയവർ അല്പം കൂടി അടുത്തെത്തി. ആദിയും സംഘവും കുറച്ചുകൂടി പിന്നോട്ട് മാറി. ആ 12 പേരുടെ നടുവിലായിരുന്നു അവൻ. തമിഴ്നാട്ടിലെ തോവാളിയിൽ വെച്ച് ആദിയും കൂട്ടരും ഏറ്റുമുട്ടുകയും കാൽമുട്ടിൽ വെടിവെക്കുകയും ചെയ്ത അഴകരാജ. ആരൽ വായ്മൊഴിയിലെ ഗൗണ്ടർ അരുണാചലത്തിൻ്റെ മകൻ. ഒരു മിന്നലിൽ തെളിയുന്ന ദൃശ്യം പോലെ ആ രംഗങ്ങൾ ആദിയുടെ മനസ്സിൽ മിന്നിക്കൊണ്ടിരുന്നു. സ്വന്തം അപ്പാവെ പോലും വധിക്കാൻ ഒരുങ്ങിയ അഴകരാജ. അവൻ്റെ പിടിയിൽ നിന്ന് ഗൗണ്ടറെയും തൻ്റെ അച്ഛനമ്മമാരെയും പെങ്ങളെയും രക്ഷപ്പെടുത്തുന്ന താനും ലിജോയും. അഴകരാജ ഏന്തുന്നുണ്ടായിരുന്നു. അവൻ്റെ തൊട്ടുപിന്നിൽ ഉടുമ്പുമരുത്. അയാളും വളരെ ആയാസപ്പെട്ടാണ് നടന്നത്. അയാളുടെ കാലുകൾ താൻ കാറ്റാടിയന്ത്രത്തിൻ്റെ ചുവട്ടിൽ വെച്ച് തല്ലിയൊടിച്ചത് ആദ്യം ഓർത്തു. മരുന്നിൻ്റെ വലത് കൈ അപ്പോഴും ഒടിഞ്ഞ വാഴപ്പിണ്ടി കണക്കെ തൂങ്ങിക്കിടക്കുകയാണ്. ഭദ്രയെ തൊട്ട ആ കൈയും താൻ തോൾഭാഗത്ത് വെച്ച് ചവിട്ടി ഒടിച്ചതാണ്. കൂടെയുള്ള ബാക്കി 10 പേരും അവരുടെ സഹരക്ഷകരാണ്. ആദി ശ്വാസം വലിച്ചുവിട്ടു. ഈ അവസ്ഥയിലും അഴകരാജയും ഉടുമ്പുമരുന്നും തേക്കടിയിലെത്തണമെങ്കിൽ അത് വെറുമൊരു ഉല്ലാസയാത്രയായി കണക്കാക്കിക്കൂടാ. അവരുടെ ടാർജറ്റ് താൻ തന്നെയാവണം. ആദിയുടെ ഉള്ളിൽ അപകടത്തിൻ്റെ പല്ല് ചിലച്ചു. അവൻ്റെ ഹൃദയതാളത്തിന് തീവണ്ടിയുടെ ഒച്ചയുണ്ടായതുപോലെ തോന്നി. അഴകരാജയും സംഘവും അവർക്ക് മുന്നിലൂടെ നടന്നുപോയി. സാജ, തിടുക്കത്തിൽ ആദി വിളിച്ചു. അഴകരാജ എവിടെ സ്റ്റേ ചെയ്യുന്നു? ആരൊക്കെ കാണുന്നു? എല്ലാം ഉടനെ അറിയണം. ശരിയടാ. അവൻ മുന്നോട്ട് നടക്കാനാഞ്ഞതും ലിജോ പറഞ്ഞു. നമ്മുടെ ജീപ്പിൻ്റെ നമ്പർ അവർക്കറിയാമായിരിക്കണം. അതുകൊണ്ട് അതിൽ പോകുന്നത് ബുദ്ധിയല്ല. അത് നേരാ. സാജൻ പെട്ടെന്ന് തൻ്റെ ജീപ്പ് അഴകരാജയും മറ്റും പോകുന്നതിൻ്റെ എതിർഭാഗത്തു കൂടി പായിച്ചു പോയി. ആ വഴി വണ്ടി പാർക്ക് ചെയ്യുന്ന ഭാഗത്തെത്തി ജീപ്പ് അല്പം അകലേക്ക് മാറ്റി ഒതുക്കി. അപ്പോൾ കുമളിയിൽ നിന്ന് ഓട്ടം വന്ന മറ്റൊരു ജീപ്പ് കണ്ടു. പരിചയക്കാരൻ്റെ. അവനൊരു കള്ളം പറഞ്ഞ് തൻ്റെ ജീപ്പിൻ്റെ കീ അയാൾക്ക് നൽകി. പിന്നെ അയാളുടെ ജീപ്പിൽ കയറി കാത്തിരുന്നു. അഴകരാജയും സംഘവും അങ്ങെത്താൻ പിന്നെയും 4 മിനിറ്റ് എടുത്തു. ഒരു ടാറ്റ സഫാരിയും സുമോയിലുമായി അവർ കയറി. 2 വാഹനങ്ങളുടെയും നമ്പറുകൾ സാജൻ നോട്ട് ചെയ്തു. തുടർന്ന് ആ വാഹനങ്ങൾ മുന്നോട്ടെടുത്തപ്പോൾ അവയ്ക്ക് പിന്നാലെ പോയി. ആദിയും ലിജോയും അവിടേക്ക് നടന്നു വരുന്നുണ്ടായിരുന്നു. ഒരു ഓട്ടോയിൽ അവർ കുമളിക്ക് പോയി. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ സാജൻ്റെ ഫോൺ സന്ദേശം ആദിയെ തേടിയെത്തി. പറഞ്ഞോടാ. അവൻ അറ്റൻഡ് ചെയ്തു. ആദി, അവന്മാര് ലോവർ പെരിയാറിൽ നിന്ന് വലത്തേക്ക് പോകുന്ന ഭാഗത്തെ പുളിത്തോട്ടമില്ലേ? അവിടുത്തെ കെട്ടിടത്തിലുണ്ട്. മുറ്റത്ത് പരശുറാം സാറിൻ്റെയും ദേവനായകത്തിൻ്റെയും വണ്ടികളുമുണ്ട്. ഞാൻ അങ്ങോട്ട് കൂടുതലടുത്ത് ശ്രദ്ധിക്കണോ? സാജൻ തിരക്കി. വേണ്ട. അവിടെ നിരീക്ഷണത്തിന് ആരെങ്കിലും ഉണ്ടാകും. അവർക്ക് സംശയം തോന്നാത്ത വിധത്തിൽ നീ കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ട് തിരിച്ചിങ്ങ് പോരെ. കാൾ കട്ട് ചെയ്തിട്ട് ആദി ലിജോയെ നോക്കി. കുമളി ബസ് സ്റ്റാൻഡിന് മുന്നിലെ സെൻട്രൽ ഹോട്ടലിൽ ഇരുന്ന് ചായ കുടിക്കുകയായിരുന്നു അവർ. ലിജോ അവൻ്റെ മുഖത്തേക്ക് നോക്കി. നമ്മുടെ സംശയം ശരിയാണല്ലേ? ആദി അമർത്തി മൂളി. ഒരു പക്ഷേ പരശുറാം സാറിൻ്റെയും മറ്റും ഗ്രൂപ്പുമായി അഴകരാജയ്ക്ക് നേരത്തെ ലിങ്കുണ്ടായിരുന്നിരിക്കും. അതല്ലെങ്കിൽ നമ്മളെ തേടി വന്ന വഴിക്ക് അവർ ഇരുവരുമായി ചേർന്നതാവും. പൊതുശത്രുവിനെ നേരിടാൻ തൽക്കാലത്തേക്കുള്ള ഒരു ഒത്തുചേരലാവാനും മതി. ആദ്യം മേശപ്പുറത്ത് വെച്ച ഗ്ലാസ് പതുക്കെ തിരിച്ചു. പക്ഷേ ജയന്തൻ്റെ മരണവുമായി ഇവരെ ബന്ധപ്പെടുത്താൻ കഴിയില്ല. ലിജോ ഗ്ലാസ്സിൽ അവശേഷിച്ച ചായ കുടിച്ചു. അതില്ല. അവരുടെ ഉന്നം നമ്മൾ തന്നെയാണ്. എന്നാൽ ഇപ്പോൾ ഏറെ സൂക്ഷിക്കേണ്ടത് അഴകരാജയെയാണ്. അറിയാമല്ലോ, മുന്നിലും പിന്നിലും നോക്കാത്ത സാഡിസ്റ്റാണവൻ. വീട്ടിൽ ഒരു സൂചന കൊടുക്കണ്ടേ? പെട്ടെന്ന് ലിജോ തിരക്കി. ആദ്യം ഒരു നിമിഷം ചിന്തിച്ചു. പിന്നെ പറഞ്ഞു. തീർച്ചയായും വേണം. പുറത്തേക്കൊന്നും കൂടുതൽ പോകത്തില്ലെങ്കിലും അച്ഛനമ്മമാരെയോ ഭദ്രയെയോ അവൻ കാണാനിടയായാൽ. ആദ്യം എഴുന്നേറ്റു. ലിജോയും. അവർ ഒന്നിച്ചാണ് ആദിയുടെ വീട്ടിലെത്തിയത്. ഇന്ന് 2 പേരും കൂടി എവിടെയാ തല്ലുണ്ടാക്കാൻ പോയത്? അവരെ കണ്ടതേ ഭദ്ര തിരക്കി. അങ്ങനെയാണോ ഞങ്ങളെക്കുറിച്ചുള്ള വിചാരം? ലിജോ അവളുടെ മിഴികളിലേക്ക് നോക്കി. അവിടെ ഉൾക്കടലിലെ ഓളങ്ങൾ കണക്കെ ഒരിളക്കം അവൻ കണ്ടു. അപ്പോഴേക്കും മാതിരി മുത്തശ്ശി ഇടപെട്ടു. ആണുങ്ങളായാൽ ചിലപ്പോൾ തല്ലുണ്ടാക്കിയെന്നിരിക്കുവേടി. അല്ലാതെ നിന്റെ തന്തയെപ്പോലെ മുണ്ടിൽ മുള്ളിക്കൊണ്ട് തിരിഞ്ഞോടത്തില്ല. ഓ, ഒരവസരം കിട്ടിയാൽ ഉടനെ അച്ഛനിട്ട് ആ പഴിച്ചോണം. അവൾ കൃത്രിമ ദേഷ്യം ഭാവിച്ചു. അതെങ്ങനെയാടി? ജന്മന ഉള്ള സ്വഭാവം മാറത്തില്ലല്ലോ. അകത്തു നിന്ന് ശേഖരൻ്റെ അമർഷ സ്വരം കേട്ടു. ജന്മന ഉള്ളതല്ലടാ, നിന്റെ മുഖം കണ്ടെന്നേ ശേഷമുള്ളതാ. സ്വന്തം തന്തയുടെ യാതൊരു ഗുണവുമില്ലാത്തവനെ ഞാൻ ആദ്യം കാണുക. മാതിരി തിരിച്ചടിച്ചു. വനത്തിൽ കയറി വിറകൊടിക്കുകയോ മൃഗങ്ങളെ വേട്ടയാടുകയോ ഒക്കെ ചെയ്തിട്ടല്ലേ നീ നിന്റെ അച്ഛൻ്റെ കൂടെ?
അപ്പോഴെങ്കിലും ധൈര്യം ഉണ്ടാവാതിരിക്കുമോ? അതെങ്ങനാ? നട്ടലിൻ്റെ സ്ഥാനത്ത് നിനക്ക് വാഴപ്പിണ്ടിയായി പോയി. കഴുതയെ കണ്ടാൽ പോലും ഭയന്നോടുന്ന ഭീരു. മുത്തശ്ശി കാറി തുപ്പി. ശേഖരൻ ഇറങ്ങി വന്നു. വികാരവിക്ഷോഭം കാരണം അയാളുടെ മുഖം ചുവന്നിരുന്നു. ധൈര്യമില്ലാഞ്ഞിട്ടല്ലമ്മേ. കടുവ പിടിച്ചിട്ട് കാവിലിരുന്ന കാട്ടുപോത്തിനെ പോലും ഞാൻ വലിച്ചുകൊണ്ട് പോന്നിട്ടില്ലേ? പക്ഷേ ഇവിടെ ഞാൻ ധൈര്യം കാണിച്ചാൽ പിന്നെ മറ്റുള്ളവർക്ക് സ്വസ്ഥമായി കഴിയാൻ പറ്റാതെ വരും. ആവേശത്താൽ ശേഖരൻ കിതച്ചുപോയി. മറ്റുള്ളവർ അയാളെ അമ്പരപ്പോടെ നോക്കി. താൻ അബദ്ധമെന്തോ പറഞ്ഞതുപോലെ ഒരു ഭാവം ശേഖരൻ്റെ മുഖത്തുണ്ടായി. അതെന്താണെന്ന് കൂടി അച്ഛനൊന്ന് വ്യക്തമാക്കി തരാമോ? കുറേ കാലമായി അതറിയാനുള്ള ഉത്കണ്ഠയിലാണ് ഞങ്ങളൊക്കെ. കിട്ടിയ അവസരം മുതലാക്കാനായിരുന്നു ആദ്യയുടെ ശ്രമം. പക്ഷേ ശേഖരൻ ഒഴിഞ്ഞു മാറി. അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, ഞാൻ പറഞ്ഞെന്നേയുള്ളൂ. ഞാനും നിങ്ങളെപ്പോലെ ആയിരുന്നെങ്കിൽ ഈ വീട്ടിൽ നിന്ന് പോലീസിന് ഇറങ്ങാനുള്ള നേരം ഉണ്ടാകുമായിരുന്നോ? ആദ്യമൊന്ന് ചിരിച്ചു. ഉത്തരം മുട്ടുമ്പോൾ മറ്റുള്ളവരെ പഴിച്ചാരിയിട്ട് യാതൊരു കാര്യവുമില്ല അച്ഛാ. പിന്നെ ഞാൻ മറ്റൊരു കാര്യം പറയട്ടെ? അവൻ എല്ലാവരെയും നോക്കി. കേൾക്കുമ്പോൾ അച്ഛൻ പ്രഷർ കൂട്ടുകയോ ഇവിടെ നിന്ന് മുങ്ങാൻ ശ്രമിക്കുകയോ ചെയ്തേക്കരുത്. ശേഖരൻ്റെയും മാതൃമുത്തശ്ശിയുടെയും ഭദ്രയുടെയും കാതുകൾ പെട്ടെന്ന് ജാഗരൂകമായി. അകത്തുനിന്ന് സുഗന്ധിയും ഇറങ്ങി വന്നു. ഇന്ന് ഞങ്ങൾ ചിലരെ തേക്കടയിൽ വെച്ച് കണ്ടു. ഒരുപക്ഷെ അവർ ടൂർ വന്നായിരിക്കും. എന്നാലും നമ്മൾ ശ്രദ്ധിക്കണം. ആരാ? ശേഖരൻ്റെ ശബ്ദം ചിലമ്പി. ആ അഴകരാജയും ഉടുമ്പുമരുതും. ശ്വാസം നിലച്ച മട്ടിൽ നിന്ന് പോയി സുഗന്ധിയും ശേഖരനും. പിന്നെ പെട്ടെന്ന് ശേഖരൻ്റെ ചുണ്ടനങ്ങി. അവന്മാർ ടൂർ വന്നായിരിക്കില്ല, നമ്മളെ അന്വേഷിച്ച് തന്നെയാ.